എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ 46ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. വെൽക്കം ടു ദ 8th ഡോക്ടർ എപ്പിസോഡ്. അജയ. നമസ്തേ. അപ്പൊ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പം നമ്മളിപ്പോ 8ാമത്തെ എപ്പിസോഡിലേക്കാണ് കിടക്കുന്നത് അല്ലേ, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പം ഇതുവരെ അങ്കിള് ഈ കഴിഞ്ഞ 7 എപ്പിസോഡിലും പല പല പ്രാക്ടിക്കൽ കാര്യങ്ങൾ, അതായത് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ ആഴത്തിൽ ശ്രദ്ധിക്കാം, അങ്ങനെ ഒരുപാട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുക മാത്രമല്ല, ശ്രവണം, അതിൻ്റെ രീതികൾ എന്താണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അങ്കിള് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ നമുക്കിപ്പോൾ പ്രേക്ഷകരുടെ നിന്ന് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ സീരീസിന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ എപ്പിസോഡ് കൂടി തന്നെ. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരുടെ മെയിൻ ആയിട്ടുള്ളൊരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പവർ ഡൈനാമിക്സ്, അതായത് ഒരു പവർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയില്ല, ആധികാരിക ശക്തി, അത് നമ്മുടെ പല സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സും അവരുടെ ഓഫീസിലാണെങ്കിലും വീട്ടിൻ്റെ സെറ്റപ്പിലാണെങ്കിലും ഇത് ഒരുപാട് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പം എങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വെൽ, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ വെല്ലുവിളിയാവുന്ന ചില സാഹചര്യങ്ങളാണ് വാസ്തവത്തിൽ പ്രേക്ഷകർ ചോദിക്കുന്നത്. ഈ പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പവർ ഡൈനാമിക്സ്, അതായത് അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആ അധികാരശക്തി പ്രയോഗിക്കുക, അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ, അതിനെക്കുറിച്ചാണ് ചോദ്യം. അത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ രാമായണ മാസം ആഘോഷിക്കുകയാണ്. അപ്പോൾ രാമായണത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു നോക്കൂ. ആ കാലത്ത് ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്.
കാരണം കൈകേയി മഹാറാണി അവരുപയോഗിച്ച അധികാരശക്തി ദശരഥ മഹാരാജാവിന് അത് പൂർത്തീകരിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം മരിച്ചു. അതുപോലെ സീതാദേവി ആവർത്തിച്ച് അപമാനം സഹിക്കേണ്ടി വന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതയും 14 വർഷം വനവാസം. ഇതെല്ലാം ഈ അധികാരശക്തി പ്രയോഗത്തിൻ്റെ സങ്കീർണതകളായിരുന്നു. അവസാനം എന്തുണ്ടായത്? ശ്രീരാമൻ അയോധ്യയ്ക്കടുത്തുള്ള സരയൂ നദിയിലിറങ്ങി ജലസമാധി ആത്മഹത്യ ചെയ്തു. സീതാദേവിയും ആത്മഹത്യ ചെയ്യണുണ്ടായത്. അപ്പോൾ ഇവിടെ ദാജി പറയാറുണ്ട് പുരാണങ്ങളിലെ ഉദാഹരണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയും. ഇപ്പോൾ ശ്രീരാമചന്ദ്ര മിഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് എന്ന നിലയ്ക്ക് ഈ അധികാരശക്തി ആളുകൾ പ്രയോഗിക്കുന്നത് അതിൻ്റെ സങ്കീർണതകളും വ്യത്യസ്ത തലത്തിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിന് മുമ്പ്, അതായത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ബിസിനസ്സിൻ്റെ ഓണറായിരുന്നു അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, തൊഴിലാളികൾ, അവരുടെ ഈ അധികാരശക്തി പ്രയോഗത്തിൻ്റെ സങ്കീർണതകളും അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളോട് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, ചെയ്യുന്ന ജോലിയിൽ കഴിവും സാമർഥ്യവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ തൊഴിലാളിയോ ഈ സങ്കീർണതകളുടെ പേരിൽ ഉടമസ്ഥൻ ജോലിയിൽ നിന്ന് ഒഴിവാക്കോ? ഇല്ല. അങ്ങനെ ചെയ്താൽ കഴിവും സാമർഥ്യമുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ ബിസിനസ് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ഈ അധികാരശക്തിയുടെ പ്രയോഗത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ അനിവാര്യ ഘടകമാണെന്ന് നമ്മൾ തെളിയിക്കണം. നമ്മളുടെ കഴിവും സാമർഥ്യവും പടിപടിയായി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ അനിവാര്യമാണ് എന്ന് നമ്മളെ ബോസിന് തോന്നിയാൽ ബോസ് എല്ലാ സാഹചര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ പരിഹാരം. ഇനി ഈ അധികാരശക്തിയുടെ പ്രയോഗം എന്ന് പറയുന്നത്, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈഗോ ആണ്, അഹങ്കാരം. ഈഗോൻ്റെ വ്യത്യസ്തമായ പ്രകടനമാണിത് ശരിക്ക്. അപ്പോൾ ഈഗോവിന് എന്താണ് പരിഹാരം? അഹങ്കാരത്തിന് എന്താണ് പരിഹാരം? വിനയവും സ്നേഹവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പരിഹാരം. അപ്പോൾ വിനയാന്വിതരായിട്ടുള്ള ആൾക്കാർ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കും. വിനയം എന്ന് പറയുന്നത് ഒരു ആന്തരിക ശക്തിയാണ്. അതിന് അസാധ്യമായ ധൈര്യം വേണം പരിശീലിക്കാൻ. നമുക്കറിയാം, കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് ചെറിയ ചെറിയ പുൽച്ചെടികൾ, സസ്യങ്ങൾ, അത് പതുക്കെ തല കുമ്പിട്ട് ഭൂമിയിലോട് ചേർന്ന് അങ്ങനെ കിടക്കും. പിറ്റേ ദിവസം സൂര്യപ്രകാശം വരുമ്പോൾ വീണ്ടും തല ഉയർത്തും. നേരെ മറിച്ച് വൻ വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ കടപുഴങ്ങി വീഴും. അതിന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല. എന്താണത് കാണിക്കുന്നത്? അതായത് വിനയാന്വിതരായിട്ടുള്ള ഈ പുൽച്ചെടികളുടെ മുന്നിൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വൻവൃക്ഷങ്ങൾ കടപുഴങ്ങി വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നു, അല്ലേ? അതുപോലെ തന്നെ ഈ മരങ്ങളുടെ വേരുകളെ ശ്രദ്ധിച്ചാൽ, അതിൻ്റെ വേര് ഈ കരിമ്പാറയിലൊക്കെ തുളച്ചു കയറുന്ന വേരുകൾ വളരെ മൃദുവായിട്ടുള്ള വേരുകളാണ്. ഏറ്റവും ചെറിയ വേരുകളല്ലേ തുളച്ചു കയറി, അതൊക്കെ വളരെ സോഫ്റ്റാണ്. അതിനെ തൊട്ട് നമ്മുടെ കൈ കൊണ്ട് തൊട്ട് അത് പൊട്ടിപ്പോകും. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ വേരുകളാണ്
പാറയിലൊക്കെ തുളച്ച് കയറി പാറയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള വേരുകളില്ലേ. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വേരുകൾ അതിന് പകരം സ്റ്റീൽ കൊണ്ടുള്ള വേരുകൾ ഉണ്ടാക്കിയാലോ പാറയിൽ തുളച്ച് കയറാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ വിനയാന്വിതരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അഹങ്കാരം കൊണ്ട് ഹൃദയം കരികല്ല് പോലുള്ള ആളുകളുണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ സോഫ്റ്റ് ആയിട്ടുള്ള വേരുകൾ ആണ് മരത്തിൻ്റെ ഈ നാരായ വേരില്ലേ, പ്രധാനപ്പെട്ട വേരിനെ ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ സഹായിക്കുന്നതിന് വേണ്ടി ഈ മരത്തിനെ പിടിച്ചു നിർത്തുന്നത് ഈ ചെറിയ വേരുകളാണ്. അപ്പോൾ ഇതൊരു പ്രതീകാത്മകമാണ് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നത്. വേറൊരു ഉദാഹരണം പറയാം. ബിസിനസ് വേൾഡിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ്, നമുക്കറിയാം, ആപ്പിൾ എന്നുള്ള കമ്പനിയുടെ ഉടമ. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കമ്പനിയിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരുടെ ഈ പവർ പൊളിറ്റിക്സ്, അധികാരശക്തി പ്രയോഗത്തിൻ്റെ ഇരയായിട്ട് കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആളാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പൂർവാധിക ശക്തിയായിട്ട് കമ്പനിയിലേക്ക് തിരിച്ചു വന്ന് കമ്പനിയെ ലോകത്തിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നാക്കി മാറ്റി. ആപ്പിൾ നമുക്കറിയാം. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിൻ്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ കഴിവും സാമർഥ്യമുള്ളൊരു വ്യക്തിയായിരുന്നു, നമുക്ക് ഉറപ്പാണ്. അതോടൊപ്പം അദ്ദേഹം വളരെ വിനയാന്വിതനായിരുന്നു, ഹ്യൂമിലിറ്റിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ വിനയവും കാര്യക്ഷമതയും, ചെയ്യുന്ന ജോലിയിലുള്ള കാര്യക്ഷമതയാണ് അദ്ദേഹത്തിനെ ഇത്ര ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്താണ് വിനയം? നമ്മൾ പറഞ്ഞു വിനയം എന്ന് പറഞ്ഞ ഒരു ആന്തരിക ശക്തിയാണ്. അതിന് അസാധ്യമായ ധൈര്യം വേണം നമ്മൾ പറഞ്ഞു. എന്താണ് വിനയം നോക്കൂ. വിനയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്തായി തീരണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഇതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഞാൻ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിഞ്ഞ് ഞാൻ പടിപടിയായി എൻ്റെ കാര്യക്ഷമത കൂട്ടി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് വിനയം അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു അവബോധമാണ്. നമുക്കറിയാം ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വളരെ വിനയാന്വിതരായിരുന്നു. ആ വിനയാന്വിതരായതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ അവർ പഠനത്തിന് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ലൈഫ് ലോങ് ലേണേഴ്സ് ആയിരുന്നു ഇവർ. അപ്പം അവരുടെ ഹൃദയത്തിലുള്ള ഈ വിനയം ആണ് അവരെ പരിപൂർണതയിലേക്ക് നയിച്ചത്. അപ്പോൾ അഹങ്കാരമാണ് പ്രശ്നം, പരിഹാരം വിനയവും സ്നേഹവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിൽ എന്താണ് അതിന് പരിഹാരം? നമ്മുടെ പ്രാർത്ഥനാ ധ്യാനം. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശരണാഗതി ഭാവത്തിൽ പ്രാർത്ഥനാ നിർഭരമായിട്ട് ഇരുന്ന് ഈ ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന ചെയ്യുന്നു. ഈ വാക്കുകൾ ഉരുവിടുന്നു. എന്താ അത്? ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഉന്നതിക്ക് തടസ്സമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇന്നും അടിമകളാകും. ഞങ്ങളെ ഉന്നതമായ നിലയിലെത്തിക്കാനുള്ള ഈശ്വരനും ശക്തിയും അങ്ങ് മാത്രമാണ്. ഈ വരികൾ നോക്കൂ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് അവബോധം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്തായി തീരണം എന്നുള്ളത് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ എനിക്ക് സഹായം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഒരു ഉന്നതമായ ശക്തിക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ശരണാഗതി ഭാവത്തിൽ ഈ വാക്കുകൾ ഞാൻ ഉച്ചരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയം അത്രയും നമ്മുടെ ഉപബോധ മനസ്സിൽ
ഈ പ്രാർത്ഥനയുടെ അർത്ഥം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളിൽ വിനയവും സ്നേഹവും വളർന്നുകൊണ്ടേയിരിക്കും. ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥനയാണ് ഇതിന് പരിഹാരം. താങ്ക് യു അങ്കിൾ. നമ്മള് വിചാരിക്കുന്ന പോലെ ഒരു പവർ ഡൈനാമിക്സ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹാർട്ട്ഫുൾനെസ് നിന്നുള്ള ചെറിയ ചെറിയ ഓരോരോ പ്രാക്ടീസസും എങ്ങനെ വലിയ വലിയ കാര്യങ്ങളെ നേരിടാനായിട്ട് സഹായിക്കും എന്നുള്ളതിനെക്കുറിച്ച് അങ്കിൾ ശരിക്കും ഒരു ഇൻസൈറ്റ് ആണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. താങ്ക് യു അങ്കിൾ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മുൻകോപം. എല്ലാവരും കുറേ അധികം പ്രേക്ഷകർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുൻകോപം. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നതിനെ എങ്ങനെ നിയന്ത്രീകരിക്കാം എന്നുള്ളതാണ് ഒരു ചോദ്യം. ജസ്റ്റിഫയബിൾ ആങ്കർ എന്ന് പറയുന്നത് ഒന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ തുടർന്നുള്ള ചോദ്യം. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തൊരു ഡി എന്നും കൂടി ചേർക്കണം എന്നാണ്. ഡേഞ്ചർ. ആങ്കർ എന്ന് പറഞ്ഞാൽ അപകടമാണ്. ഒരു പഴമൊഴിയുണ്ട്, അതായത് ദേഷ്യം അല്ലെങ്കിൽ കോപം, ആങ്കർ എന്ന് പറയുന്നത് ഒരു തീഗോളം നമ്മൾ കൈവെള്ളയിൽ എടുക്കുന്ന പോലെയാണ്. മറ്റുള്ളവരെ നേരെ എറിയാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് എടുക്കുന്നതെങ്കിലും നമ്മുടെ കൈയും പൊള്ളും. അപ്പോൾ അത് പ്രയോഗിക്കുന്ന ആളും അത് അനുഭവിക്കുന്ന ആളും ഒരേപോലെ പൊള്ളലേൽക്കുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ശരിയായ ദേഷ്യം അല്ലെങ്കിൽ നീതീകരിക്കാവുന്ന ദേഷ്യം, തെറ്റായ ദേഷ്യം എന്നിങ്ങനെ ഈ ദേഷ്യത്തിനെ വകതിരിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലായാലും ദേഷ്യം എന്ന് പറയുന്നത് അപകടമാണ്. അത് പ്രയോഗിക്കുന്ന ആളെയും അനുഭവിക്കുന്ന ആളും പൊള്ളലേൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദേഷ്യം കഴിയാവുന്നത്ര നീട്ടിവെക്കുക. ഇന്ന് നമുക്ക് ദേഷ്യം വന്നതായിരിക്കും, നാളെ പ്രയോഗിക്കാം. അപ്പോൾ ആ പോസിൽ ഒരു ദിവസം ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് വിവേകം ഉണരാനുള്ള സാധ്യതയുണ്ട്. എന്താ സംഭവിക്കുന്നത് നമ്മൾ നിരീക്ഷിക്കുക. നീട്ടിവെക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ നീട്ടിവെക്കാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരാ അല്ലേ? ഇപ്പോൾ മെഡിറ്റേഷൻ ഇന്ന് വേണ്ട, നാളെയാവാന്ന് വിചാരിച്ച് നീട്ടിവെക്കും. എക്സസൈസ് ഇന്ന് തൊട്ട് എക്സസൈസ് തുടങ്ങാമെന്ന് വിചാരിക്കും, നാളേക്ക് നീട്ടി. ഇനി ദൂരെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ വളരെ ദൂരെ ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും രാത്രി അവരെ വിളിക്കണം എന്ന് വിചാരിക്കും, ഫോൺ ചെയ്യണം, നാളെ ആവട്ടെ നീട്ടിവെക്കും. ഇങ്ങനെ അനിവാര്യമായ ഘടകങ്ങൾ നീട്ടിവെക്കാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്. അപ്പം ഈ നീട്ടിവെക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്യുക. എന്ത്? ആങ്കർ, ദേഷ്യം, കോപം നീട്ടിവെക്കുന്നതിൽ ആദ്യത്തെ ലിസ്റ്റാക്കി മാറ്റുന്നത്. അതാണ് ഒരു പരിഹാരം. ഇനി വേറെ ഒരു സൂഫി വചനം പറയും, താഴ്വരകളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നതിന് പകരം കൊടുമുടിയിൽ ദൃഷ്ടി വയ്ക്കുക. അതായത് ദേഷ്യത്തിൻ്റെ താഴ്വരയിൽ നമ്മൾ ദൃഷ്ടി വയ്ക്കുന്നതിന് പകരം അനുകമ്പയുടെ കൊടുമുടിയിലായിരിക്കണം നമ്മുടെ ദൃഷ്ടി. അനുകമ്പയാണ് അതിന് പരിഹാരമായിട്ട് വരുന്നത്. അപ്പോൾ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്ധകാരം നീങ്ങുന്ന പോലെ അനുകമ്പയുടെ പ്രകാശത്തിൽ അല്ലെങ്കിൽ അവബോധത്തിൽ ദേഷ്യത്തിൻ്റെ അന്ധകാരം നീങ്ങിപ്പോകും. ഇനി നമ്മൾ ചോദിച്ച ദേഷ്യം, അതായത് നീതീകരിക്കാവുന്ന ദേഷ്യം, അങ്ങനെ ഒന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതായത് ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കാമെന്നുള്ളതാണ് നീതീകരിക്കാവുന്ന എന്നതിനേക്കാൾ നല്ല പ്രയോഗം. ദേഷ്യം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ? പ്രകടിപ്പിക്കാം. രണ്ട് രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഒന്ന് വൈരാഗ്യം എന്ന് പറയുന്നത്. യോഗശാസ്ത്രത്തിൽ വൈരാഗ്യം, വിവേകം, അത് ആത്മീയ പുരോഗതിക്ക് അനിവാര്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. എന്താണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? ദേഷ്യം നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നതിന് പകരം എൻ്റെ നേരെ തന്നെ പ്രയോഗിക്കുക. അതായത്
എൻ്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന എൻ്റെ തന്നെ ആന്തരിക ഘടകങ്ങളോട് എനിക്ക് വൈരാഗ്യം. അത് നീക്കം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ആ വൈരാഗ്യം നമ്മളെ പടിപടിയായി നമ്മളെ മെച്ചപ്പെട്ട വ്യക്തിത്വങ്ങളാക്കി മാറ്റും. അപ്പോൾ ദേഷ്യം പ്രയോഗിക്കാം നമ്മുടെ നേരെ തന്നെ. അപ്പോൾ അത് ഉന്നതമായ ആത്മീയ സത്യമായിട്ടുള്ള വൈരാഗ്യമായിട്ട് മാറും. അങ്ങനെ നമുക്ക് പ്രയോഗിക്കാം. മറ്റൊന്ന്, ദേഷ്യം പുറത്തേക്ക് പ്രകടിപ്പിക്കാം. പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയം ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ദേഷ്യം അഭിനയിക്കാം. സിനിമയിലൊക്കെ അഭിനയിക്കണ പോലെ. സിനിമയിലെ ഡയറക്ടർ പറയാണ് ഒരു കഥാപാത്രത്തിനോട്, അടുത്ത 3-4 ഡയലോഗ് നിങ്ങൾ ദേഷ്യം വന്ന് വിറച്ചുകൊണ്ടാണ് പറയേണ്ടതെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ അഭിനയിക്കുന്ന ആൾ അത് അവതരിപ്പിക്കും. അപ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്ക് ഭയം തോന്നുന്ന തരത്തിൽ ഇദ്ദേഹം അഭിനയിക്കും. അപ്പോൾ ദേഷ്യത്തോടെ ഈ ഡയലോഗ് പറയുന്ന സമയത്ത് അഭിനേതാവിൻ്റെ ഉള്ളിൽ ഇത്ര മനോഹരമായിട്ട് ഈ ദേഷ്യം അവതരിപ്പിക്കാൻ പറ്റിയല്ലോ എന്ന ആനന്ദമായിരിക്കും. അതുപോലെ നമ്മുടെ ഹൃദയം ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാം. എന്തിനാണത്? ചുറ്റുമുള്ളവരിലും നമ്മളിലും ഒരു കറക്ഷൻ വരുത്താവുന്ന സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ചിലപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ നമുക്ക് ദേഷ്യം അഭിനയിക്കേണ്ടി വരും, നമ്മുടെ ഹൃദയം ബാധിക്കാത്ത രീതി. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട്, എല്ലാവർക്കും അറിയണത്. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ആളുകളെ കടിച്ച് കൊല്ലുന്ന ഒരു വിഷപ്പാമ്പ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി. അപ്പോൾ രാമകൃഷ്ണദേവൻ പാമ്പിന് ഉപദേശം കൊടുത്തു, നീ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കടിച്ചു കൊല്ലരുത്, അഹിംസ പരമമായ ധർമ്മമാണെന്ന് പഠിപ്പിച്ചു. പാമ്പ് അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ പാമ്പിൻ്റെ മാളത്തിൻ്റെ അതിൽ രാമകൃഷ്ണദേവൻ പോകുമ്പോൾ, എവിടെ എനിക്കൊരു ശിഷ്യനുണ്ടായിരുന്നല്ലോ എന്നാലോചിച്ചു. അപ്പോൾ ഈ മാളത്തിന് പുറത്ത് പാമ്പ് കിടക്കണം. പാമ്പ് വളരെ അവശ നിലയിലാണ്, ശരീരത്തിൽ നിന്നൊക്കെ രക്തം വാർന്നൊഴുകണം, ഏകദേശം മരിക്കാറായിരിക്കണം. അപ്പോൾ രാമകൃഷ്ണദേവൻ വെച്ച്, നീ എൻ്റെ ശിഷ്യനല്ലേ, നിന്റെ എന്താണ് ഈ ഇത്ര ദയനീയമായ അവസ്ഥയിൽ നീ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങല്ലേ എന്നോട് അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ആരെയും കടിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല, ആരെന്ത് ചെയ്താലും ഞാൻ അത് സഹിച്ചിങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, നീ കടിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ബാണം വിരിച്ച് ചീറ്റി മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഓടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പാമ്പിന് മനസ്സിലായി. അത് കഴിഞ്ഞ് രാമകൃഷ്ണദേവൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടികൾ അതിലെ പോകുന്ന സമയത്ത് ഈ പാമ്പ് ഇങ്ങനെ കിടക്കല്ലേ, കല്ലെടുത്തെറിയാൻ തുടങ്ങി. പാമ്പ് പെട്ടെന്ന് ബണം വിരിച്ച് ഹിസ്സിങ് സൗണ്ട് ഉണ്ടാക്കി. അതോടുകൂടി എല്ലാവരും ഓടിപ്പോയി. അപ്പോൾ അതായത് ദേഷ്യം അഭിനയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. അതാണ് നീതീകരിക്കാവുന്ന ദേഷ്യം എങ്ങനെ നമുക്ക് മനോഹരമായിട്ട് പ്രകടിപ്പിക്കാം എന്നുള്ളൊരവസ്ഥ. അതുപോലെ തന്നെ വൈരാഗ്യം എന്ന് പറയുന്നത്. പിന്നെ ഏത് സാഹചര്യത്തിലൊക്കെ നമുക്ക് ദേഷ്യം വരാൻ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, ദേഷ്യം വരും. അതുപോലെ മറ്റുള്ളവരാരെങ്കിലും നമ്മളെ ചതിച്ചു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും, അല്ലേ? മറ്റുള്ളവരായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അഗ്രിമെൻ്റ് അവർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സാഹചര്യത്തിലും ദേഷ്യം അത് പ്രയോഗിക്കുന്ന ആളെയും അനുഭവിക്കുന്ന ആളെയും ഉള്ളിലേൽപ്പിക്കും. ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ അത് ഉരച്ച് നമ്മൾ ചുറ്റുമുള്ള എല്ലാം കത്തിക്കാം. പക്ഷെ ആ പ്രക്രിയയിൽ തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചാമ്പലാവും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുക എന്നത് ഒരു കലയാണ്. ചില ദമ്പതിമാർ, ചില ഭർത്താക്കന്മാർ വഴക്കൂടുന്നുണ്ട്, ദേഷ്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നുണ്ട്, കണ്ടു നിൽക്കുന്നവർക്ക് ഭയം തോന്നും. ആ രീതിയിലാണ് അവർ വഴക്കടിക്കുക. മറ്റ് ചില ദമ്പതിമാർ, ഭർത്താക്കന്മാർ, ഇത് റൊമാൻറ്റിക് ആയിട്ടാണ് വഴക്കൂടുക. അതായത് അവരെ ഒരു പ്രണയ പരിഭവം പോലെയാണ് വഴക്ക്. അപ്പം ആ വഴക്ക് കണ്ടു കഴിഞ്ഞാൽ അതും വഴക്ക് തന്നെയാണ്,
വഴക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം, അതുപോലെ ആ സ്നേഹത്തിൽ എത്രമാത്രം ഒരു മെച്ചുവേർഡാണ്. അതായത് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നത് ഒരു കലയാണ്. അത് നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ അങ്കിൾ. അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രാക്ടീസും കൂടെയാണ് അല്ലേ? പോസ് പോസ് ആൻഡ് പോസ്റ്റ്പോൺ. മാറ്റി വെക്കുക. ദേഷ്യം വരുമ്പോൾ അത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ദേഷ്യം അഭിനയിക്കുക എന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ എന്തൊക്കെയാണ് ദേഷ്യം വരാനായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളത്. ഇപ്പം അങ്കിള് ഒരു 3 കാരണങ്ങൾ പറയുണ്ടായി ഒരു ജനറലായിട്ട്. നമ്മള് റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പം ഏകദേശം പല പല റീസൺസ് ആണെങ്കിലും അതെല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങള് തന്നെയാണ്. അപ്പോ അതെങ്ങനെ മാനേജ് ചെയ്യാന്ന് വളരെ മനോഹരമായിട്ട് അങ്കിള് എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു ഫോർ ദാറ്റ് അങ്കിൾ. ഇതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പം കുട്ടികളെ കുറിച്ച് അങ്കിള് പറയണ്ടായി അല്ലേ? കുട്ടികളിലുള്ള ദുർവാശി അല്ലെങ്കിൽ ആശാര്യം എന്നൊക്കെ പറയുന്ന പോലെ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇതും ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഒരു വെല്ലുവിളിയാവുന്ന സാഹചര്യമാണ് കുട്ടികളുടെ അടുത്ത്. ഇതിന് ഒരു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അതായത്, ടെൽ മീ that I may forget. Show me that I may remember. Involve me that I will understand. അതായത്, എന്നോട് പറയണം, കാരണം ഞാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് കാണിച്ചു തരൂ, അങ്ങനെയാണ് ഞാൻ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. എന്നെ പങ്കെടുപ്പിക്കൂ അല്ലെങ്കിൽ ഉൾപ്പെടുത്തൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷ്യസിൻ്റെ ഈ പ്രസ്താവന 100% സത്യമാണ്. ഇപ്പോൾ കുട്ടികളെ നേർവഴിക്ക് ശരിയായ ഡയറക്ഷനിൽ നയിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. മാതാപിതാക്കൾ അവർക്കൊരു മാതൃകയാവും, റോൾ മോഡൽ. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ മാതൃക എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയാണ്, മാതാപിതാക്കളാണ്. ഈ ആന്ത്രോപോളജിസ്റ്റ്, ഈ നരവംശാസ്ത്രജ്ഞന്മാരുണ്ട്, അവർ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അതിൽ കണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, പങ്കെടുപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റാൽ ബെഡ് വൃത്തിയാക്കി വയ്ക്കുക, കുട്ടികളെ നമ്മുടെ അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാൻ കുട്ടികളെ നമുക്ക് പങ്കെടുപ്പിക്കാവുന്ന ഒരു ഏരിയയാണ്. അതുപോലെ വീട് വൃത്തിയാക്കി വയ്ക്കുക, ഇതൊക്കെ അവർ ഉദാഹരണമായിട്ട് പറയണം. അതിൽ നമുക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഈ ശീലം തുടരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, കുട്ടികൾ നേരത്തെ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? പലർക്കും അത് പ്രശ്നമാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ, വീട്ടിലെല്ലാവരും നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കി വയ്ക്കുക. 9:30 മണിയായാൽ വീട്ടിലെല്ലാവരും ഉറങ്ങും, ലൈറ്റ് ഓഫ് ചെയ്യും. വളരെ എളുപ്പമല്ലേ അത്? അതുപോലെ കുട്ടികളിൽ വായനാശീലം ഇപ്പോൾ ഇല്ലാത്തൊരു സംഗതിയാണ്. വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വായിക്കണം. അതൊരു നിർദ്ദേശം കൊടുക്കുന്ന പോലെയല്ല, ഇത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് ഒരു നിർദ്ദേശം കൊടുക്കുന്ന പോലെയല്ല. ഒരു വിനോദത്തിൻ്റെ രൂപത്തിൽ, ഒരു കളിയുടെ രൂപത്തിൽ അവരുടെ കൂടെ ചേർന്ന് ചെയ്യണമെന്ന്. നമ്മൾ മുതിർന്നു വരും തോറും നമ്മുടെ ജീവിതത്തിലെ വിനോദശീലം പതുക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ വിനോദശീലം, പ്ലേഫുൾ നേച്ചർ, ലീല, ഇത് നമ്മുടെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ കുട്ടികളുടെ കൂടെ വിനോദത്തിൽ ഏർപ്പെടുക, അവരെ കൂടെ കളിക്കുക, ലീലയിൽ ഏർപ്പെടുക, അതിൻ്റെ കൂടെ നമുക്ക് അവരെ നയിക്കാൻ കഴിയും.
നിർദ്ദേശം കൊടുക്കുന്ന രൂപത്തിലല്ല, തമാശയുടെ രൂപത്തിൽ. അതാണ് അതിന് പരിഹാരം. ഇനി നമ്മൾ കുട്ടികൾ ഇപ്പോൾ ദുശ്ശാഠ്യം, ടാൻട്രം, ഇത് തുടക്കത്തിൽ യുദ്ധപ്രഖ്യാപനമാണ് ശരിക്ക്. അപ്പോൾ ഇത് ദുർവാശി എന്ന് പറയുന്നത്, ദുശ്ശാഠ്യം എന്ന് പറയുന്നത് ഒരു യുദ്ധപ്രഖ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക, തമാശ രൂപത്തിൽ അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ് അതിന് പരിഹാരം. നേരെ മറിച്ച് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ നിൽക്കുക, അതിലും ശക്തമായ നാണയത്തിൽ വീണ്ടും ഒരു തിരിച്ചടി. അപ്പോൾ ഡി എസ്കലേഷൻ ഈസ് ദ കീ. അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് വഴി, തമാശ രൂപത്തിൽ, വിനോദത്തിൻ്റെ രൂപത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ വെച്ചാൽ, സ്നേഹത്തിലൂടെ നമ്മൾ അച്ചടക്കം കൊണ്ടുവരികയാണ് വേണ്ടത്. നേരെ മറിച്ച് അച്ചടക്കത്തെ സ്നേഹിക്കുകയല്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തിലൂടെ അച്ചടക്കം കൊണ്ടുവരണം, അച്ചടക്കത്തെ സ്നേഹിക്കുകയല്ല വേണ്ടത്. അപ്പോൾ കുട്ടികളെ സ്നേഹത്തോടെ വളർത്തുക എന്നത് മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സ്നേഹത്തിൽ വളരാനുള്ള അവസരമാണ്. അതിനാണ് ഈ രീതിയിൽ നമ്മുടെ പരിണാമം പുരോഗമിക്കുന്നത്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അങ്കിൾ. അപ്പം ഇന്നത്തെ നമ്മുടെ 3 പ്രേക്ഷകരുടെ ചോദ്യത്തിന് അങ്കിൾ ഉത്തരം തരുകയുണ്ടായി. അതേപോലെ തന്നെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ 8ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു വൈൻഡിങ് അപ്പ് സെഷനും കൂടെ ആയിരുന്നു ഇന്ന്. ഈ എപ്പിസോഡ്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിലുള്ള എല്ലാ പ്രാക്ടീസസും നമുക്ക് ഓരോരോ ആദ്യത്തെ 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഓരോ എപ്പിസോഡിലും ഓരോരോ പ്രാക്ടീസസ്, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, ഓരോ ആഴ്ചയിലും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും അങ്കിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അതിന് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളും നമുക്ക് തരുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഇത് അവസാനമല്ല, വീണ്ടും ഈ എപ്പിസോഡിലേക്ക് ഒന്നും കൂടെ പോയി ഒന്നും കൂടെ കേട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അങ്കിൾ. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ സീരീസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് മെഡിറ്റേഷനിലൂടെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ ധ്യാനിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. എല്ലാവരും വളരെ മൃദുലമായി കണ്ണുകൾ അടച്ച്, ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ധ്യാനം തുടരാം. എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വരികയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ധ്യാനം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ധ്യാനം നമ്മൾ ഓഫ്ലൈനായിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം യൂണിവേഴ്സൽ പ്രേയർ. ഓക്കെ, അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം, സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.